ബദർ യുദ്ധത്തിൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. റമദാൻ 17 തൊട്ട് മുന്നേയുള്ള വെള്ളിയാഴ്ചകളിൽ സാധാരണയായി നമ്മൾ ബദറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള, ഒരു പക്ഷേ ബദറിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് ഉഹുദ്. ഉഹുദിനെ കുറിച്ച്, അത് നടന്ന മാസത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഇതൊക്കെ സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ ഒരു സംഭവമാണ്. ഏത് മാസത്തിലാണ് ഉഹുദ് നടന്നത്? ഷവ്വാലിലാണ് ഉഹുദ് നടക്കുന്നത്. ഉഹുദ് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ? അതൊരു യുദ്ധത്തിൻ്റെ പേരല്ല, അതൊരു പർവ്വതത്തിൻ്റെ പേരാണ്. ഉഹുദ് എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതമാണ്. മദീനയിലെ എവിടുന്ന് നോക്കിയാലും കാണുന്നൊരു മല, എവിടുന്ന് നോക്കിയാലും കാണുന്ന ഒരു പർവ്വതം, ഏത് ഭാഗത്ത് നോക്കിയാലും ഉഹുദ് കാണും. ഉഹുദിൻ്റെ മുകളിൽ കയറാൻ പറ്റും. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, 4-wheel ഡ്രൈവ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഉഹുദിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റും. അതിന് ചില വഴികളൊക്കെ ഉണ്ടാക്കി വെച്ചു, ടാറിട്ട റോഡൊന്നും അല്ലെങ്കിൽ ചില വഴികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും മുകളിൽ ചെന്നാൽ മദീന പട്ടണം മുഴുവനും കാണാൻ പറ്റും. ആ മലയുടെ പേരാണ് യഥാർത്ഥത്തിൽ ഉഹുദ് എന്ന് പറയുന്നത്. ആ ഉഹുദിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമ്മുടെ പ്രവാചകനെ കുറിച്ച്, ആ പ്രവാചകന്റെ അനുചരന്മാരെക്കുറിച്ച്, നമ്മുടെ ഉമ്മമാരെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നടത്തിയ തുല്യതയില്ലാത്ത ത്യാഗങ്ങളെക്കുറിച്ച്, വേദനയെക്കുറിച്ച്, കണ്ണുനീരിനെക്കുറിച്ച്, അവരുടെ വിയർപ്പിനെക്കുറിച്ച്, അവരുടെ സന്നദ്ധതയെക്കുറിച്ച്, സമർപ്പണത്തെക്കുറിച്ച് എല്ലാം ഉഹുദിന് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് സംസാരിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് കാണിച്ചിട്ട് ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇത് ഉഹുദ്, ഉഹുദ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ഉഹുദിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പലപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരുമായി ഉഹുദിൻ്റെ മുകളിലേക്ക് കയറി പോകാറുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ അത്ര ഇഷ്ടമാണ്, ഉഹുദ് മലയെ അത്രയും ഇഷ്ടമാണ്. ഒരു വലിയ പരാജയത്തിൻ്റെ, വലിയ ദുരന്തത്തിൻ്റെ മൂകസാക്ഷിയായി നിൽക്കുന്ന ആ പർവ്വതത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹു ഇവർ 4 പേരും കൂടി ഉഹുദിൻ്റെ മുകളിലേക്ക് കയറി. ഉഹുദ് ഒന്ന് വിറച്ചു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിനോട് പറഞ്ഞു, ഉഹുദേ നീ സമാധാനപ്പെടുക, ഉഹുദേ നീ അടങ്ങുക, നിന്റെ മുകളിലുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, പിന്നെയുള്ളത് സിദ്ദീഖാണ്, പിന്നീടുള്ള 2 പേർ ഷഹീദൈൻ, 2 രക്തസാക്ഷികളാണ്. റസൂലിൻ്റെ കൃത്യമായ പ്രവചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തത് സ്വാഭാവിക മരണമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അല്ലാഹു കൊടുത്തത് സ്വാഭാവിക മരണമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് അബൂ ലുഅ്ലുഅൽ മജൂസി എന്ന് പറയുന്ന ഒരു ധിക്കാരിയായ മനുഷ്യന്റെ കുത്തേറ്റിട്ടൊരു സുബ്ഹ് നമസ്കാരത്തിന്റെ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ ആ വിപ്ലവകാരികൾ വീട്ടിലേക്ക് കടന്ന് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നുകളഞ്ഞതാണ്. ഉമറും ഉസ്മാനും ഷഹീദുകളാണ് എന്ന്, അവർ മരിക്കാൻ പോകുന്നത് രക്തസാക്ഷികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യം വഹിച്ച പർവ്വതത്തിന്റെ പേരാണ് ഉഹുദ് എന്ന് പറയുന്നത്. ആ ഉഹുദിന് ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് പ്രവാചകൻ കയറി പോകുമ്പോഴുള്ള ഉഹുദ് തന്നെയാണ്. അവിടെ പട്ടണങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും വന്നിട്ടില്ല. അന്ന് പ്രവാചകനും സഹാബത്തും കയറിപ്പോയ ഉഹുദ് എന്താണോ ആ ഉഹുദ് തന്നെയാണ്. ആ താഴ്വരയിൽ വെച്ച് ധീരമായ പോരാട്ടം സഹാബത്ത് നടത്തുമ്പോഴുണ്ടായ ഉഹുദ് മല എന്താണോ ആ ഉഹുദ് മല തന്നെയാണ് ഇന്നും അവിടെയുള്ളത്. ഉഹുദിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് 2026 എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ചരിത്രം ബദറിന്റെ ചരിത്രമല്ല, ഉഹുദിന്റെ ചരിത്രമാണ്. ഗുണപാഠങ്ങളാണ്. ആ ഗുണപാഠങ്ങൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് ബലി കഴിക്കേണ്ടി വന്നത് 70 വിലമതിക്കാനാവാത്ത സഹാബത്തിന്റെ ജീവനാണ് ആ ഉഹുദിന്റെ ഭൂമിയിലെ ഗുണപാഠത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിന് ബലി നൽകേണ്ടി വന്നത്. എന്തുകൊണ്ടായിരിക്കും? മദീനത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂറോളം വണ്ടി ഓടി പോകണം ബദറിലേക്ക് എത്താൻ. പക്ഷേ മദീനയിൽ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ, നിസ്കരിച്ച് തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടുന്ന് നേരെ കാണാം ഉഹുദ് മല.
എന്തിനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹുദ് യുദ്ധം മദീനയുടെ ഏത് ഭാഗത്തു നിന്നും കാണുന്ന രൂപത്തിൽ ആ ഉഹുദിനെ സംവിധാനിക്കുകയും ആ ഉഹുദിന്റെ താഴ്വരയിൽ ഇത്തരത്തിലുള്ളൊരു പോരാട്ട ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയും ചെയ്തത് എന്തിനായിരിക്കും? ആ ഉഹുദിന്റെ പാഠം മുസ്ലിം ലോകം ഒരിക്കലും മറന്നു പോകരുത് എന്ന അല്ലാഹുവിന്റെ നിർബന്ധ ബുദ്ധിയായിരിക്കാം പ്രിയപ്പെട്ടവരെ ഇത്തരമൊരു യുദ്ധം ആ ഉഹുദിന്റെ താഴ്വരയിൽ നടക്കാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അള്ളാന്റെ ഉഹുദ് യുദ്ധത്തിന്റെ തൊട്ട് മുന്നേ അള്ളാന്റെ റസൂലിനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, മക്കയിൽ നിന്ന് 3000-ലധികം വരുന്ന വലിയ സൈന്യം, അന്നത്തെ കാലത്തെ ഒരു സാഹചര്യം എന്ന് നോക്കുമ്പോൾ 3000 സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ ആ ഹിജാസിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വമ്പിച്ച സൈന്യസന്നാഹമാണ്. ആ സൈന്യസന്നാഹം മദീനയെ ആക്രമിക്കാൻ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളെ വിളിച്ചു ചേർത്തിയിട്ട് കൂടി ആലോചിച്ചു. പ്രവാചകൻ അഭിപ്രായം പറഞ്ഞു, അനുചരന്മാരെ, എനിക്ക് തോന്നുന്നത് നമ്മൾ അവരെ നേരിടാൻ വേണ്ടി മദീനയുടെ പുറത്തേക്ക് പോകേണ്ടതില്ല. പുരുഷന്മാർ വീടിന്റെ പുറത്ത് നിൽക്കുക, സ്ത്രീകൾ വീടിന്റെ അകത്ത് നിൽക്കുക. എന്നിട്ട് ഓരോ വീട്ടുകാരനും അവരവന്റെ വീടിനെ സംരക്ഷിക്കാൻ പോരാടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം പറഞ്ഞു. എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തു, പിരിഞ്ഞു പോകുകയും ചെയ്തു. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ പറയുന്ന ശത്രുക്കളെ നമ്മൾ എന്തിനു മദീനയിലേക്ക് കയറ്റണം? നമുക്ക് സംരക്ഷണം തന്ന ഈ പുണ്യഭൂമിയിലേക്ക് കാലുകുത്താൻ അവരെ എന്തിനു സമ്മതിക്കണം? വേണ്ട, നമുക്ക് ഈ മദീനയുടെ പുറത്തേക്ക് പോകാം. ഉഹുദിൽ വെച്ച് നമുക്ക് അവരെ നേരിടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അഭിപ്രായം പൂർണ്ണമായും തിരുത്തുകയാണ്. ഞാൻ റസൂലല്ലേ, ഞാനല്ല നിങ്ങളുടെ നേതാവ്, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ പറ്റോ എന്നൊരു ചോദ്യം പ്രവാചകൻ ഇല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ അഭിപ്രായം തിരുത്തുകയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്ത് എന്താ അറിയോ പ്രവാചകരെ? അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങയുടെ ഹൃദയം വളരെ വിശാലമാണ്. ആ ഹൃദയം എങ്ങാനും കുടുസായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റിലും സ്നേഹത്തോടെ കൂടിയിരിക്കുന്ന ഈ ആളുകളൊന്നും ഇന്ന് ഉണ്ടാവില്ലട്ടോ. ഫഅഫു അൻഹും, അവർക്ക് മാപ്പ് കൊടുക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. വശാവിറുഹും ഫിൽ അംർ, അവരോട് കൂടി ആലോചിക്കുകയും ചെയ്യുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അങ്ങ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അഭിപ്രായം തിരുത്തിയിട്ട് ആ പ്രവാചകൻ തന്റെ അനുയായികളെയും കൂട്ടി പുറപ്പെടാൻ. റസൂൽ മദീനത്ത് ഇരുന്നിട്ട് അനുയായികളെ പറഞ്ഞയക്കല്ല, റസൂൽ മുന്നിൽ പുറപ്പെടാണ്. അള്ളാഹിന്റെ റസൂൽ സ്വന്തം ജീവൻ പണയം വെച്ച് മുന്നിൽ പുറപ്പെടാൻ. ഈ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ മക്കയിൽ നിന്ന് പുറപ്പെട്ട സൈന്യത്തിന്റെ 1/3 വലുപ്പം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സഹാബത്തിനും ആ സൈന്യത്തിനുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ആ ഉഹുദിന്റെ ഭൂമിയിൽ മുശ്രിക്ക് പടയാളികളെ നേരിട്ട് കണ്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന മഹാവഞ്ചകൻ, മുനാഫിഖ്, അയാൾ 300ഓളം വരുന്ന തന്റെ പടയാളികളുമായി തന്റെ കൂടെയുള്ള ആളുകളുമായി തിരിച്ചു പോവുകയാണ്. അതായത് ആ സൈന്യത്തിന്റെ 1/3 യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ച് യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോവാൻ. ഒരു പക്ഷേ ഈ സ്വഹാബത്ത് പോലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകുമെന്നൊരവസ്ഥയിലേക്ക് ഉഹുദിന്റെ ഭൂമിയിൽ എത്തുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറപ്പിച്ചു നിർത്തി. യുദ്ധകാഹളം മുഴങ്ങി, ശക്തമായ പോരാട്ടം തുടങ്ങി, അതിശക്തമായ പോരാട്ടം. മുസ്ലിം ഉമ്മത്ത് വിജയിച്ചു. മുസ്ലിം സൈന്യത്തിന് വിജയം കൈവന്നു. ആ ഉഹുദിന്റെ ഭൂമിയിലേക്ക് സൈന്യത്തെ ഇങ്ങനെ പാട്ടുപാടിയും ചെണ്ട കൊട്ടിയുമൊക്കെ കൊണ്ടുവന്ന സ്ത്രീകൾ അവരുടെ കണങ്കാലുകൾ കാണുമാറ് വസ്ത്രം പൊക്കിപ്പിടിച്ചിട്ട് മക്കയുടെ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. തിരിഞ്ഞു നോക്കാതെ ഓടാൻ തുടങ്ങി. അവിടെയാണ് പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിന്റെ 152-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈ ഒരു സംഭവമാണ് വിശദീകരിക്കുന്നത്. അല്ലാഹു പറയാണ്, വലഖദ് സദഖകുമുല്ലാഹു വഅദഹു വലഖദ് സദഖകുമുല്ലാഹു വഅദഹു, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ അല്ലാഹു അതാ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അവരെ നശിപ്പിച്ചുകൊണ്ട്, അവരെ നേരിട്ടുകൊണ്ട്, അവർക്ക് മേൽ വിജയപേരി മുഴക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ നിങ്ങൾ ഓടാൻ തുടങ്ങിയ സന്ദർഭം. ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ. അവിടെയാണ് മുസ്ലിം സൈന്യത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നത്.
മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ആകെ കൂടി അവർക്ക് കയറി വരാൻ പറ്റുന്ന ഒരേ ഒരു പഴുത് മാത്രമേ ഉള്ളൂ. ഇന്ന് മുഹദിന്റെ ഭൂമിയിൽ ആ വലിയ അനുസരണക്കേടിന്റെ സാക്ഷിയായി നിൽക്കുന്ന ജബൽ റുമാത്ത് എന്ന് പറയുന്ന കുന്ന്, ആ കുന്നിന്റെ മുകളിൽ അഗ്രഗണ്യരായ 50ഓളം അമ്പെയ്ത്തുകാരെ അല്ലാഹുവിന്റെ റസൂല് നിർത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട അനുചരന്മാരെ, ഞങ്ങൾ വിജയിച്ചിട്ട് ഗനീമത്ത് സ്വത്ത് ശേഖരിച്ചിട്ട് ഈ മക്കയിലെ മുശ്രിക്കുകളുടെ പിന്നാലെ ഓടുന്നത് നിങ്ങൾ കണ്ടാൽ ഒരിക്കലും എൻ്റെ അനുവാദമില്ലാതെ, ഞാൻ പറഞ്ഞാലല്ലാതെ ഈ മലക്ക് മുകളിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുകയാണ്. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, ഇങ്ങനെ ഞങ്ങളെല്ലാം പരാജയപ്പെട്ട്, ഞങ്ങളെല്ലാം മരണപ്പെട്ട് മയ്യത്തുകളായി മാറി ആ മയ്യത്തിൽ നിന്ന് കഴുകന്മാര് കൊത്തി വലിക്കുന്നത് കണ്ടാലോ എൻ്റെ അനുവാദമില്ലാതെ, എൻ്റെ കൽപ്പനയില്ലാതെ, എൻ്റെ സമ്മതമില്ലാതെ ഈ ജബൽ റുമാത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല എന്ന് വളരെ കൃത്യമായ നിർദ്ദേശം അല്ലാഹുവിന്റെ റസൂൽ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം സൈന്യത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ഘട്ടം കണ്ടപ്പോ, ഒന്നാമത്തെ ഘട്ടത്തിൽ ഗനീമത്ത് സ്വത്ത് ശേഖരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടുന്ന മക്ക മുശ്രിക്കുകളെ കണ്ടപ്പോ ജബൽ റുമാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിന്യസിച്ച അമ്പെയ്ത്തുകാരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണ്. 10 പേരൊഴികെ 40 പേരുമതാ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ മറന്നുകൊണ്ട് ആ ജബൽ റുമാത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. 10 പേര് മാത്രം അവിടെ ബാക്കിയാകുകയാണ്. അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ആ ഖാലിദ് ഇബ്നു വലീദിന്റെ കണ്ണിൽ ആ പഴുത് കാണുകയാണ്. അദ്ദേഹം മനസ്സിലാക്കുകയാണ്, അതിലെ നുഴഞ്ഞു കയറിയാൽ അപ്രതീക്ഷിതമായ ഒരടി മുസ്ലിം സൈന്യത്തിന് നൽകാൻ കഴിയുമെന്ന് ഖാലിദ് ഇബ്നു വലീദ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുതിരപ്പടയാളികളുമായി ജബലുർ റമാത്തിലൂടെ 10ഓളം മാത്രം വരുന്ന അമ്പെയ്ത്തുകാരെ കൊന്നുകളഞ്ഞിട്ട് ഖാലിദ് ഇബ്നു വലീദ് അതാ ജബലുർ റമാത്തിലൂടെ ഇരച്ചു കയറുകയാണ്. മക്കാ മുശ്രിക്കുകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പടയാളികളെ പിന്നിൽ നിന്നും വെട്ടുകയാണ്, പിന്നിൽ നിന്നും ആക്രമിക്കാൻ തുടങ്ങുകയാണ്, വാളുകൊണ്ട് വെട്ടിയിടാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ ഛിന്ന ഭിന്നമാവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അവരങ്കലാപ്പിലാവുകയാണ്. തിരിച്ചോടിക്കൊണ്ടിരുന്ന മക്കാ മുശ്രിക്കുകളതാ പിന്നിൽ നിന്ന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ അറിഞ്ഞ് അവരതാ തിരിഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. 2 ഭാഗത്തു നിന്നും മുസ്ലിം സൈന്യം ആക്രമിക്കപ്പെടുകയാണ്. 2 ഭാഗത്തു നിന്നും മുസ്ലിം ഉമ്മത്ത് ആക്രമിക്കപ്പെടുകയാണ്. പലരും അതാ പിന്തിരിഞ്ഞോടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട എളാപ്പമടക്കമുള്ള ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബികൾ അതാ മരണപ്പെട്ടു വീഴുകയാണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഉന്നതരായ സ്വഹാബികൾ അതാ മരണപ്പെട്ടു വീഴുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടു എന്ന് പോലുമുള്ള കിംവദന്തി പരക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ലുകൾ പൊട്ടിപ്പോവുകയാണ്. ആ പ്രവാചകന്റെ മുഖത്തൊരുത്തൻ ആഞ്ഞു വെട്ടിയത് കാരണം ആ പ്രവാചകന്റെ പടച്ചട്ടയുടെ ആണി തന്റെ മുഖത്തേക്ക് തുളച്ചു കയറിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാണ്. അതുകണ്ട് ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ശരവേഗതയിൽ ഓടി വന്നുകൊണ്ട് പ്രവാചകനെ ചേർത്ത് പിടിക്കുകയാണ്. എത്ര വലിയ സങ്കടത്തിന്റെ സംഭവ വികാസങ്ങളാണെന്നറിയോ പ്രിയപ്പെട്ടവരെ. വളരെ പ്രധാനപ്പെട്ട സ്വഹാബികളിൽ പലരും പിന്തിരിഞ്ഞോടുകയാണ്. ആ സമയത്ത് പ്രവാചകന്റെ ചുറ്റിലും നിന്നുകൊണ്ട് സ്വന്തം ജീവൻ പണയം വെച്ച്, സ്വന്തം രക്തം പണയം വെച്ച്, സ്വന്തം ജീവിതം പണയം വെച്ച് പ്രവാചകന്റെ ചുറ്റിലും അടരാടിക്കൊണ്ടിരുന്ന, പോരാടിക്കൊണ്ടിരുന്ന ഏതാനും സ്വഹാബികൾ മാത്രമേ ബാക്കിയായുള്ളൂ. എന്താ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നിർദ്ദേശം അവർ മറന്നുപോയി. ധിക്കരിച്ചതല്ല. യുദ്ധത്തിന്റെ കോലാഹലത്തിനടവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അള്ളാഹുവിന്റെ കൽപ്പന ഒരിക്കലും ധിക്കരിക്കൂല, അവർക്കതിന് കഴിയില്ല. പക്ഷെ യുദ്ധത്തിന്റെ കോലാഹലത്തിനിടയിൽ ആ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുറച്ചൊന്ന് മറന്നുപോയി. ആ ഒരു മറവിയുടെ, ആ ഒരു ചെറിയ അബദ്ധത്തിന്റെ വിലയായി അവർക്ക് നൽകേണ്ടി വന്നത് മുന്നിൽ നിന്ന് നയിക്കുന്ന 70ഓളം സ്വഹാബത്തിന്റെ ജീവനാണ് പ്രിയപ്പെട്ടത്. ജീവനാണ്. ഇതാണ് ഉഹുദ് പഠിപ്പിച്ചിരുന്ന വലിയ പാഠം. ഉഹുദ് നമ്മോട് സംസാരിക്കുന്ന ആ ഉഹുദ് മല, ഇതൊക്കെ സാക്ഷിയായി അവിടെ നിൽക്കുന്ന ഉഹുദ് മല. ഓരോ വിശ്വാസിയും അവിടെ പോകുമ്പോൾ ഉഹുദ് മലക്ക് പറയാറുള്ളത് ജബലുർ റുമാത്തിന്റെ ചരിത്രമാണ്, 50ഓളം അമ്പെയ്ത്തുകാരുടെ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം മറന്നുപോയ
40ഓളം അമ്പെയ്ത്തുകാരുടെ ചരിത്രമാണ്. ആ പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ നിന്ന് 10ഓളം വരുന്ന അത്രയും ഗനീമത്ത് സ്വത്ത് കണ്ടിട്ടും അത്രയും വിജയഭേരികൾ കേട്ടിട്ടും അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയിൽ നിന്ന് അണുകിട മാറാതെ അവിടെ ഉറച്ചു നിന്ന, ജീവൻ പോകുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും അവിടെ ഉറച്ചു നിന്ന ആ 10ഓളം അമ്പെയ്ത്തുകാരുടെ രോമാഞ്ചചകിതമായ ചരിത്രമാണ് ജബലുർ റുമാത്തിനും ഉഹുദിനുമെല്ലാം പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ ചരിത്രം എന്ന് പറയുന്നത് വിശാലമാണ്, അതിവിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം മനസ്സിലാക്കാനും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ആ ചരിത്രത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രിയപ്പെട്ടവരെ, ഉഹുദിൽ നടന്ന ഒരുപാട് ദുരന്തങ്ങളിൽ ഒരു ദുരന്തമാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ മരണം. അദ്ദേഹം വൃദ്ധനായിരുന്നു, ശരിക്ക് കാഴ്ചയില്ലാത്ത, ശരിക്ക് കേൾവിയില്ലാത്ത, ആരോഗ്യസ്ഥിതി വളരെയധികം ശോഷിച്ചു പോയൊരു മനുഷ്യൻ. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഉഹുദിൽ വരണ്ട, യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. പക്ഷേ മുസ്ലിങ്ങൾ മുഴുവൻ ജിഹാദിന് വേണ്ടി പോയപ്പോൾ ആ വയസ്സായ മനുഷ്യൻ അവിടെ ഇരുത്തം കിട്ടിയില്ല. അദ്ദേഹം തൻ്റെ മുഖമൊക്കെ മറച്ച്, ആർക്കും തന്നെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ മറച്ച് ഉഹുദിലേക്ക് പുറപ്പെടാൻ അദ്ദേഹം എത്തുന്ന സമയം ഈ സമയമായിരുന്നു. അതായത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് ആക്രമിച്ച് മുസ്ലിങ്ങളെ ചിഹ്നഭിന്നമായി തിരിഞ്ഞോടിയ മക്കാ മുശ്രിക്കുകളെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. പ്രവാചകൻ മരണപ്പെട്ടു എന്ന കിംവദന്തി, പ്രവാചകൻ ആക്രമിക്കപ്പെട്ടു, ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. ആ സമയത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ വിചാരിച്ചു ഇദ്ദേഹം ശത്രുവാണെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹം കുറച്ചൊക്കെ പ്രതിരോധിച്ചു. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ഉപ്പയാണത്, തൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് മനസ്സിലായി. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കോലാഹലത്തിനിടയിൽ, ഈ ബേജാറിനിടയിൽ ഈ പറയുന്ന ആളുകൾ അതൊന്നും കേൾക്കുന്നില്ല. അവസാനം പ്രിയപ്പെട്ടവരെ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓടിക്കതച്ച് തൻ്റെ പിതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോഴേക്ക് ആ മനുഷ്യൻ കൊല്ലപ്പെട്ടിരുന്നു. തെറ്റിദ്ധാരണയാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിനെ, യമാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി കളഞ്ഞു, കൊന്നുകളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത അറിഞ്ഞ് പ്രവാചകന്റെ മുഖം ചുവന്നു. പ്രവാചകന് വല്ലാത്ത ദേഷ്യം വന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുദൈഫ എന്ത് നഷ്ടപരിഹാരം ചോദിച്ചാലും കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങൾക്ക് ശേഷം തന്നെ കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങളെ കണ്ടെത്തിയപ്പോൾ ആ സഹോദരങ്ങളോട് പറഞ്ഞതുപോലെ, ഖാല ലാ തസ്രീബ അലൈക്കും അൽയൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഒരു തെറ്റും നിങ്ങൾക്കില്ല കേട്ടോ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ഒരപരാധവും ഞാൻ നിങ്ങളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് തുല്യതയില്ലാത്ത മാപ്പിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സാഹോദര്യത്തിൻ്റെയും ചരിത്രം രചിച്ച ഒരു ഭൂമി കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഉഹുദ് എന്ന് പറയുന്നത്. ഉഹുദ് നമുക്ക് പറഞ്ഞിരുന്നത് വേറെ വലിയൊരു പാഠം എന്താണെന്നറിയാം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉഹുദിൽ 70ഓളം സ്വഹാബികളെ കൊല്ലപ്പെടാൻ കാരണമായ അക്രമം നടത്തിയ ആളാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനുള്ള അടുത്ത ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരെന്താ അറിയുന്നത്? ഈ മക്കൾക്ക് അറിയണ്ടാവും, അവർക്ക് അറിയണ്ടാവും. സൈഫുല്ലാ, അള്ളാഹുവിൻ്റെ ഖഡ്ഗം, അള്ളാഹുവിൻ്റെ വാള്. കാരണം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ജനറലായി അദ്ദേഹം നയിച്ച ഒരു യുദ്ധവും മുസ്ലിങ്ങൾ തോറ്റിട്ടില്ല, ഒരു യുദ്ധവും തോറ്റിട്ടില്ല. അദ്ദേഹം പങ്കെടുത്ത ഒരു യുദ്ധത്തിലും അദ്ദേഹത്തിന് തോൽവി കാണാൻ, അത്രക്ക് ധീരനായ പോരാളി. ഉഹുദിൽ ആരാണ് ഈ 70 സഹാബികളുടെ മരണത്തിന് കാരണമായ അക്രമം നടത്തിയത്? ആരാണ്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പിന്നീട് യമാമ യുദ്ധം പോലെയുള്ള മുസൈലിമത്തുൽ കദ്ദാബ് എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫിത്നയെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച ആ സൈന്യത്തിന്റെ തലവൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർ, ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ, ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, നാളെ അവരായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രബോധകന്മാർ. ഇസ്ലാമിനെ വാനോളം ഉയർത്താനും ഇസ്ലാമിന്റെ പ്രചാരണത്തിനും കാരണമാകുന്ന
വലിയ ആളുകളായി അവർ മാറിയേക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? നീ ഒരാളെ മിത്രമാക്കുമ്പോൾ അതിരി കവിഞ്ഞ് മിത്രാക്കരുത്. ചില ആളുകളുണ്ടല്ലോ, അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങോട്ട് അടുക്കും, ഉള്ളതൊക്കെ തുറന്നു പറയും, മനസ്സിങ്ങനെ തുറന്നങ്ങോട്ട് വെക്കും, ഒരു സീക്രട്ടും ബാക്കി വെക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നീ ഒരാളോട് മിത്രമായി കഴിഞ്ഞാൽ മിതത്വം പാലിക്കുക. കാരണം നാളെ അയാൾ നിന്റെ ശത്രുവായിരിക്കാം. നീ ഒരാളോട് ശത്രുവായി കഴിഞ്ഞാൽ അവിടെയും നീ മിതത്വം പാലിക്കുക. ചില ആള് ശത്രുത അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൻ എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചു കാണണമെന്നാണ്. ഓന്റെ നാശം കണ്ടിട്ട് മാത്രമേ അടങ്ങുള്ളത്. നേർന്ന് അങ്ങോട്ട് ഇറങ്ങി അവനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളെ ഒരുപക്ഷേ ആ ശത്രു നിന്റെ മിത്രമായിരിക്കാം. ഉഹുദിന്റെ ഭൂമിയിൽ അന്ന് പങ്കെടുത്ത സ്വഹാബികൾക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് എത്രമാത്രം ദേഷ്യം തോന്നിയിട്ടുണ്ടാവും, എത്രമാത്രം വിരോധം തോന്നിയിട്ടുണ്ടാവും. പിന്നീട് ആ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ അവർക്ക് രോമാഞ്ചാണ് അവർക്ക്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹം മരണശൈലിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണീരിങ്ങനെ ഒഴുകാണ്. ആളുകൾ ചോദിച്ചു, എന്തിനാണ് അബൂ സുലൈമാൻ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഒട്ടുകൊള്ളാത്ത ഒരു ചാണ് സ്ഥലം പോലും ബാക്കിയില്ല, ഞാൻ പങ്കെടുക്കാത്ത ഒരു ഗസ്വും ബാക്കിയില്ല, എല്ലാ യുദ്ധത്തിലും മുൻപന്തിയിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരൊട്ടകം മരിക്കുന്നത് പോലെയുള്ള മരണമാണല്ലോ അള്ളാഹു എനിക്ക് വിധിച്ചത് എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പരാതിപ്പെട്ടപ്പോ അത് കേട്ട ഒരാൾ പറഞ്ഞു, ഖാലിദേ, നിങ്ങൾ എങ്ങനെയാണ് വെട്ടേറ്റ് വീഴുക? ഖാലിദേ, നിങ്ങൾ എങ്ങനെയാണ് അമ്പേറ്റ് വീഴുക? നിങ്ങൾ അള്ളാഹുവിന്റെ ഖഡ്ഗമല്ലേ, അള്ളാഹുവിന്റെ വാളല്ലേ? അള്ളാഹുവിന്റെ വാളിനെ ആർക്കാണ് തകർക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ വാളിനെ ആർക്കാണ് തോൽപ്പിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ വാളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ഇട്ടുതന്ന ആ പേരിനെ അന്വർത്ഥമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഷഹാദത്ത് നിഷേധിച്ചതാണ്. സന്തോഷിക്കുക എന്ന കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു എന്നാണ്. ഇന്നത്തെ ഒരു മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് പ്രിയപ്പെട്ടവരെ അയാൾ എന്നേക്കുമായി നശിച്ചവനാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധ്യമല്ല. ആരെക്കുറിച്ചും ഒരു മനുഷ്യന്റെ പാപവും വെച്ച് അയാൾക്കല്ല ഒരിക്കലും പുറത്തു കൊടുക്കൂല, അയാൾ ഒരിക്കലും നന്നാവൂല എന്ന വർത്തമാനം നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നൊരാൾ നമ്മളോട് ചെയ്യുന്ന അക്രമം വെച്ച് അയാളെ പാടയങ്ങോട്ട് അപമാനിച്ച് നശിപ്പിക്കാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മൾ നടത്തരുത്. കാരണം അയാൾ ചെയ്ത ഉപദ്രവത്തെക്കാൾ വലിയ ഉപകാരം ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ നമുക്ക് വരാനുണ്ടാവും. അതിനേക്കാൾ വലിയ നന്മ ആ മനുഷ്യന്റെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ടുണ്ടാകും എന്ന് നാം മനസ്സിലാക്കുക. ഉഹുദ് വിശദീകരിച്ചു കഴിഞ്ഞാൽ 10,000-കണക്കിന് പാഠങ്ങൾ ഉഹുദിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ സാധിക്കുന്ന രീതിയിൽ ഉഹുദിന്റെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാണ്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ച് കഴിയുന്നത് പോലെ നമുക്ക് സംസാരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ ഓരോ പോരാട്ടങ്ങളും പ്രിയപ്പെട്ടവരെ അത് രക്തം ചിന്തലുകളല്ല, അത് വലിയ ഗുണപാഠങ്ങളാണ്, അത് മാനുഷികമായ പ്രതിരോധമാണ്. അത് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.